الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ബാക്കിയുള്ള ആയുസ്സിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം മുഅ്മിനായി ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആജിലും മുസ്തമിറുമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് യുദ്ധക്കെടുതിയുടെ പേരിലും മഴക്കെടുതിയുടെ പേരിലും പ്രയാസം അനുഭവിക്കുന്ന എല്ലാ നാട്ടിലുമുള്ള ആളുകൾക്കും അള്ളാഹു ആശ്വാസം പ്രദാനിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നിന്ന് ജുമാ കഴിഞ്ഞു പോയ ആ ഒരു മാനസികാവസ്ഥയിലല്ല ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമ്മിൽ അധിക പേര്. അപ്രതീക്ഷിതമായി നാട്ടിലുണ്ടായ പ്രളയക്കെടുതിയുടെ പേരിൽ തങ്ങളുടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടായ കനത്ത നാശനഷ്ടത്തിന്റെ ദുഃഖം പേറിയാണ് അധിക പേരും ഇന്ന് ഈ ജുമയ്ക്ക് പങ്കെടുക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും നഷ്ടപ്പെട്ടത് തിരികെ നൽകുമാറാകട്ടെ. ഇത് ഉൾക്കൊള്ളാനും ക്ഷമിക്കാനുമുള്ള ഈമാനികമായ ശക്തി അള്ളാഹു അവർക്കെല്ലാവർക്കും പ്രദാനിക്കുമാറാകട്ടെ. ഇനിയും ഒരു ദുരന്തത്തിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഴ റഹ്മത്താണ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. മഴ റഹ്മത്ത് തന്നെയാണ്. പക്ഷെ മഴ ചില സമയത്ത് അത് അദാബായിട്ട് മാറും. ഗൈസ് എന്ന് വിശുദ്ധ ഖുർആനിൽ മഴയെക്കുറിച്ച് പ്രയോഗിക്കുന്നുണ്ട്. മത്തുർ എന്നും പ്രയോഗിക്കുന്നുണ്ട്. ഗൈസ് എന്നുള്ളത് മനുഷ്യർക്ക് അനുകൂലമായി പെയ്യുന്ന മഴയാണ്. മത്തുർ എന്ന് പരിശുദ്ധ ഖുർആൻ പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്ന, ദുരന്തമുണ്ടാക്കുന്ന മഴയെക്കുറിച്ചാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴക്കാറ് കാണുന്ന സമയത്ത് വല്ലാതെ പ്രയാസപ്പെടുമായിരുന്നു. ആയിഷ ബീവി ചോദിക്കും, അല്ല, എല്ലാവർക്കും മഴക്കാറ് കാണുമ്പോൾ സന്തോഷമാണല്ലോ, അങ്ങക്ക് എന്താണ് ഇത്ര പ്രയാസം? അങ്ങയുടെ മുഖത്തു നിന്നും എന്തോ വിഷമം വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതിന് അവിടുന്ന് പറഞ്ഞ മറുപടി, ആയിഷ, മാ യുഅ്മിനുനി അയ്യകൂന ഫീഹി അദാബുൻ. ആ കാണുന്ന മഴക്കാർ ഒരു പക്ഷേ അള്ളാഹുവിന്റെ അദാബ് കൊണ്ടുവരുന്ന മഴക്കാറാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മഴക്കാറുകൾ കണ്ടപ്പോൾ സന്തോഷിച്ച പലരും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഹാദാ ആരിദുൻ മുംതിറുന, നമ്മുടെ വറുതിക്കും നമ്മുടെ വേനലിലേക്ക് അവസാനം വരുത്തിക്കൊണ്ടിതാ മഴ പെയ്യാൻ പോകുന്നു എന്നവർ സന്തോഷിച്ചു. പക്ഷെ അത് അനുഗ്രഹത്തിന് മഴയായിരുന്നില്ല. അതുകൊണ്ടാണ് ആയിഷ, എനിക്ക് വിഷമം വരുന്നത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, പടച്ചവനെ ഉപകാരമുള്ള മഴ പെയ്യിപ്പിക്കണേ. അല്ലാഹുമ്മ സുഖിയ റഹ്മ, പടച്ചവനെ കാരുണ്യത്തിന്റെ മഴ പെയ്യിപ്പിക്കണമേ. ലാ സുഖിയ അദാബിൻ വ ബലായിൻ, മനുഷ്യർക്ക് നാശമുണ്ടാക്കുന്ന മഴ നീ പെയ്യിപ്പിക്കല്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഏതായിരുന്നാലും നമ്മുടെ നാട്ടിൽ പെയ്ത മഴ
ആ മഴ നമുക്ക് ദുരന്തം സമ്മാനിച്ചു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ആ ദുരന്തത്തെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ട് നാം വിജയിച്ചു അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഏറെ സന്തോഷമുണ്ട്. അത് നാം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയും ഇരാറ്റുപേട്ട എന്ന നമ്മുടെ പ്രദേശത്തിന്റെയും ഒക്കെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാടിനെ കുറിച്ച് പലപ്പോഴും അപകീർത്തിപരമായ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി നമ്മുടെ ശത്രുക്കൾ പലപ്പോഴും അങ്ങനെ ആ നിലയ്ക്ക് നാടിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഈ നാട് അങ്ങനെയൊന്നും അല്ല. ഈ നാട് വേറിട്ടൊരു സംസ്കാരമുള്ളൊരു നാടാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഈ പ്രളയം നമ്മളെ ഉപകരിച്ചിട്ടുണ്ട്. ഇവിടെ നാശനഷ്ടങ്ങൾ നേരിട്ട ആളുകളെ അവരെ കൈപിടിക്കാൻ, അവരെ സഹായിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, വെള്ളം കയറിയ വീടുകളും അവരുടെ സ്ഥാപനങ്ങളൊക്കെ വൃത്തിയാക്കാൻ, നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ തിരിച്ചു കൊടുക്കാനും കേടുവന്നത് നന്നാക്കി കൊടുക്കാനൊക്കെ സന്നദ്ധ സംഘടനകളും വ്യക്തികളൊക്കെ എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളിടത്താണ് നമ്മുടെ ഈ നാടിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ സഹായത്താൽ. ഈ നാടിനോട് ചേർന്ന് നിന്ന, ഈ നാടിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന പരിസര നാട്ടുകാരോടെല്ലാം ഞങ്ങൾക്കുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾക്കിങ്ങനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ നിങ്ങളുടെ സഹായഹസ്തങ്ങൾ ഞങ്ങൾക്ക് നേരെ നീട്ടി ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളുടെ നാടുകളിൽ വന്നു. വെള്ളം കയറിയ വീടുകളും കടകളും സന്ദർശിച്ചു ഞങ്ങളെ സാന്ത്വനിപ്പിച്ച എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും കടപ്പാറും ഈ ഒരു ജുമയുടെ സന്ദേശത്തിലൂടെ അവരെ അറിയിക്കുകയാണ്. അള്ളാഹു അവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളും എല്ലാ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്നദ്ധ സംഘടനകളെ, ആ പ്രവർത്തകരെ എല്ലാവരെയും അഭിനന്ദിക്കാനും ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തി. എടുത്തു പറയേണ്ടത്, എല്ലാ സ്ഥലത്തും സംഭവിച്ചതുള്ള ദുരിതം നമ്മുടെ പള്ളിയെയും ബാധിച്ചു. നമ്മുടെ പള്ളിയുടെ സെല്ലാറിന്റെ ഏതാണ്ട് ഒരു 90% വെള്ളം കയറി. ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ സെല്ലാറിലുള്ള അത്രയും സാധനങ്ങൾ എടുത്ത് മുകളിലെത്തിക്കുക എന്നുള്ള ശ്രമകരമായ ഒരു ജോലിയാണ്. അവിടെയാണ് ആ സമയത്ത് സഹായത്തിനെത്തിയ ചില ആളുകളുണ്ട്. അവരെ നമുക്ക് പറയാതിരിക്കാനും ഓർക്കാതിരിക്കാനും കഴിയില്ല. കാരണം ആ സമയത്തുണ്ടാകുന്നൊരു സഹായം വലിയൊരു സഹായമാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുരന്തത്തിനിരയായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിന്റെ തീരുമാനമെന്ന നിലയ്ക്ക് ഇതിനെ ഉൾക്കൊള്ളുകയും ചെയ്യണം. അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നിരവധി തവണ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വല നബലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ സാമ്പത്തികമായ നഷ്ടമുണ്ടാകും, നിങ്ങൾ തന്നെ മരിച്ചു പോകും. അങ്ങനെ വിവിധ തലങ്ങളിലൂടെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഫബശ്ശിരി സാബിരീൻ. അള്ളാഹുവിന്റെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും അതിനെ ക്ഷമാപൂർവ്വം കൈക്കൊള്ളാൻ, അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾക്ക് നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. എന്തു തന്നെ സംഭവിച്ചാലും അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം പടച്ചോന്റേതാണ്, ആ പടച്ചോൻ തിരിച്ചു പിടിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രളയത്തിന്റെ മുന്നിലും നഷ്ടപ്പെട്ട ആളുകൾ സ്വീകരിക്കേണ്ട നിലപാട് ഇതായിരിക്കണം. ഇത് താൽക്കാലികമായ പടച്ചോന്റെ ഒരു പരീക്ഷണമാണ്. തന്നെയല്ല, വിശുദ്ധ ഖുർആനിൽ നമുക്ക് സമാധാനിക്കാൻ ഒരുപാട് ആയത്തുകളുണ്ട്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി. ഈ ഭൂമിയിൽ എന്തൊരു മുസീബത്ത് സംഭവിച്ചാലും, വലാഫി അൻഫുസിക്കും, നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും മുസീബത്ത് സംഭവിച്ചാലും, നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിലോ നിങ്ങളുടെ വീട്ടിലോ ഇനി നിങ്ങളുടെ ശരീരത്തിന് തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലും, ഇല്ലാ ഫീ കിതാബിൻ, അതൊരു കിതാബിൽ പടച്ചോൻ നേരത്തെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ പടച്ച തമ്പുരാൻ രേഖപ്പെടുത്തി വച്ചതേ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളൂ. മിൻ ഖബലി അൻ നബ്റഅഹ. ഈ ദുരന്തത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പേ പടച്ച തമ്പുരാൻ കൃത്യമായ ഒരു കിതാബിൽ എഴുതി വെച്ച കാര്യമാണ് നടന്നത്. പുതുതൊന്നുമല്ല, ഒരു പുതിയ കാര്യമല്ല.
എന്നിട്ട് അള്ളാഹു പറയുന്നു ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് പടച്ചോന് വളരെ എളുപ്പമാണ്. നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ നേരത്തെ എഴുതി വെക്കൽ പടച്ചോന് വളരെ എളുപ്പമാണ്. കാരണം വരാനിരിക്കുന്ന കാര്യങ്ങളെ പടച്ചോന് നേരത്തെ അറിയാലോ. അള്ളാഹു അവന്റെ ലഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചതേ സംഭവിച്ചിട്ടുള്ളൂ. എന്നിട്ട് അള്ളാഹു പറയുന്നു ലികൈലാ തഅസൗ അലാ മാ ഫാതക്കും വലാ തഫറഹു ബിമാ ആതാക്കും. എന്തിനാണ് ഞാനിത് നേരത്തെ എഴുതി വെച്ചതെന്നറിയോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കേണ്ട. നിങ്ങളുടെ വീടുകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ കടകളിൽ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കേണ്ട. വലാ തഫറഹു ബിമാ ആതാക്കും. നിങ്ങൾക്ക് പലതും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കുകയും വേണ്ട. ഇതൊക്കെ പടച്ചോന്റെ ഒരു തീരുമാനമാണ്, അല്ലാഹു നേരത്തെ എഴുതി വെച്ചൊരു കാര്യമാണെന്ന് വിശ്വസിക്കുക. നഷ്ടപ്പെട്ടതിൽ വലിയ ദുഃഖവും വേണ്ട, രക്ഷപ്പെട്ടതിൽ വലിയ സന്തോഷവും വേണ്ട. ഇതൊരു വിശ്വാസിയുടെ മാനസികാവസ്ഥയായിരിക്കണം ദുരന്തമുഖത്ത്. തന്നെയല്ല മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വൽസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ. ഒരു മുസ്ലിമായ മനുഷ്യന് എന്ത് പ്രയാസം സംഭവിച്ചാലും, എന്ത് ചെറുതാകട്ടെ വലുതാകട്ടെ, പ്രവാചകൻ പറഞ്ഞു ഹത്ത ശൗക്കത്തി യുശാക്കുഹ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാഹു, അള്ളാഹു അവന്റെ പാപങ്ങൾ പൊറുക്കാതിരിക്കില്ല അതിന്റെ പേരിൽ. വെറുതെയല്ല, ഒരു മുള്ളു കൊണ്ടാൽ പോലും അതിന് പടച്ചോൻ കൂലി തരും. നമ്മുടെ പാപങ്ങൾ അള്ളാഹു തആല മാപ്പാക്കും. എങ്കിൽ ഈ പ്രളയ ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതിന് പടച്ചോൻ ഒരിക്കലും കൂലി തരാതിരിക്കില്ല. വെറുതെയല്ല, നമ്മുടെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും. അള്ളാഹു വന്നാലേക്ക് അതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. തന്നെയല്ല മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വത്തിനെല്ലാം ഇൻഷുറൻസ് ഉണ്ട്. നമ്മൾ നമ്മുടെ ശരീരവും നമ്മുടെ സ്വത്തും ഇൻഷുർ ചെയ്തിരിക്കുക. നമ്മൾ ഇൻഷുർ ചെയ്ത് ഇവിടുത്തെ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിലല്ല. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ശരീരം ഇൻഷുർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സമ്പത്ത് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. എല്ലാ മുസ്ലിം കച്ചവടക്കാരുടെയും പ്രോപ്പർട്ടി, അവരുടെ സ്വത്ത് ഇൻഷുർ ചെയ്യപ്പെട്ടതാണ്. ഈ ഇൻഷുറൻസിന് നമ്മൾ പ്രീമിയം അടച്ചാൽ മതി. പ്രീമിയം അടച്ച ഒരു കച്ചവടക്കാരനും ഈ നഷ്ടത്തിൽ ദുഃഖിക്കേണ്ട. വർഷാവർഷം 2.5% പ്രീമിയം അടക്കാൻ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് കച്ചവടത്തിൽ. അത് നിങ്ങൾ അടച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നഷ്ടമല്ല, ഒരു നഷ്ടമല്ല. പ്രീമിയം അടയ്ക്കാത്ത കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ടമായിരിക്കും. പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഷുറൻസിന്റെ അതും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും. അവിടെ മാത്രമല്ല, ഇവിടെയും കിട്ടും. നിങ്ങളൊരു ഓണക്കച്ചവടം ലക്ഷ്യമാക്കി നിങ്ങൾ ഇറക്കി വെച്ച ചരക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 2.5% പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഈ വർഷം തന്നെ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നാളെ പരലോകത്ത് സ്വർഗത്തിൽ വേറെയും കിട്ടും. അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ കൂടെ പറയേണ്ട ചില അപ്രിയ സത്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പറയുമ്പോഴേ നമ്മൾ ഈ പ്രളയമുഖത്തു നിന്നുള്ള സംസാരം നീതിപൂർവമായി തീരൂ. എന്താണ് അപ്രിയ സത്യങ്ങൾ? ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ആ ദുരന്തത്തിന് 2 തരം വായനകളുണ്ട്. ഒന്ന് അതിന്റെ ഭൗതിക വായനയാണ്. ഇപ്പൊ എന്തുകൊണ്ട് പ്രളയം ഉണ്ടായെന്ന് ചോദിച്ചാൽ, പ്രളയത്തെ ഭൗതികാർത്ഥത്തിൽ നമുക്കൊന്ന് വായിച്ചെടുക്കാം. പ്രളയത്തിന് അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ഉരുളുപൊട്ടി, വെള്ളം ഒഴുകി വരാനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൂടി, ആറിന്റെ വീതി കുറഞ്ഞു, ക്രോസ്വേ പാലങ്ങളിൽ കടിയിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്നതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോയില്ല. ഇങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ ഭൗതിക അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതൊക്കെ ശരിയാണ്, അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. സർക്കാരും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും ഈ പ്രളയത്തിന് കാരണമായ ഭൗതിക കാര്യങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിക്കപ്പെടണം. അത് നമ്മൾ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഇത് ദുരന്തങ്ങളുടെ ഭൗതിക വായനയാണ്. എന്നാൽ ഏത് ദുരന്തങ്ങൾക്ക് പിന്നിലും ഒരു ആത്മീയ വായന ഉണ്ടാകണമെന്നൊരു വിശ്വാസിക്ക്, അത് നമ്മുടെ ചുമതലയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരന്തങ്ങൾ ഉണ്ടായാലും അതിനെ ആത്മീയമായിട്ടൊന്ന് വായിച്ചെടുക്കണം. ആ വായന ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈമാൻ ഉണ്ടാവൂല. നമുക്കറിയാം, പ്രളയങ്ങളും പ്രകമ്പങ്ങളും പ്രകമ്പനങ്ങളും ഭൂമി കുലുക്കമൊന്നും പുത്തരിയല്ല. എത്ര പ്രളയങ്ങൾക്ക് സാക്ഷിയായ നാടാണ് നമ്മുടെ കേരളം. അതൊന്നും പുത്തരിയല്ല. പക്ഷെ ഇന്ന് നടക്കുന്ന ഈ പ്രളയങ്ങളുടെ പിന്നിൽ മനുഷ്യന്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രശ്നത്തിന്റെ പുറത്തു നിന്നുകൊണ്ടുള്ള ചർച്ചയല്ല വേണ്ടത്, കുറച്ചുകൂടി അകത്തേക്ക് കയറിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാകണം. വിഷയത്തിന്റെ കാതലിൽ തൊട്ട് ചർച്ച ചെയ്യണം. കാതലിൽ തൊട്ട് ചർച്ച ചെയ്യാതെ
പുറത്തു നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് നമ്മുടെ ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നാൽ പ്രകൃതി എന്തുകൊണ്ട് നമ്മളോട് കണക്ക് ചോദിച്ചു എന്നുള്ളതിന്റെ ഉത്തരം കിട്ടൂല, ശരിയായ ഉത്തരം കിട്ടൂല. അതുകൊണ്ട് അതിന്റെ ശരിയായ ഉത്തരം കിട്ടണമെങ്കിൽ എന്തുകൊണ്ടാണ് പ്രകൃതി നമ്മളോട് കണക്ക് ചോദിച്ചത്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആയത്ത് ഇങ്ങനെയാണ്: ഒമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് എന്ത് മുസീബത്ത് സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ വരുത്തി വെച്ചതാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ പദാനുപത അർത്ഥാണ് ഈ പറയുന്നത്. എന്ത് മുസീബത്ത് ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കി വെച്ചതാണ് ആ ദുരന്തം. വയഅഫു അൻ കസീർ, ഒരുപാട് പടച്ചോ മാപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും നിങ്ങൾ ശിക്ഷിക്കാറില്ല. നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം പടച്ചോൻ നിങ്ങളുടെ പുറകെ നടന്ന് ശിക്ഷിക്കാറില്ല. വയഅഫു അൻ കസീർ, ധാരാളം പടച്ചോൻ മാപ്പ് ചെയ്യാണ്. എന്നാൽ നിവൃത്തിയില്ലാതെ വരുമ്പോൾ പടച്ചോൻ ഇടക്കിടക്ക് നിങ്ങളെ പിടിക്കും. ഇതൊന്നും പടച്ചോൻ ഈ ഭൂമിയിൽ വരുത്തി വെച്ച നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല. അള്ളാഹു അങ്ങനെ ചെയ്യില്ല. അള്ളാഹു ഒരിക്കലും ദുൽമ ചെയ്യില്ല. ദുൽമ പടച്ചതമ്പുരാനിൽ നിന്ന് ഉണ്ടാകില്ല. ഈ ഒരു മനുഷ്യരെയും പടച്ചോൻ ദുൽമിയില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഫബിമാ കസബത് ഐദീകും, ഇത് നിങ്ങൾ വരുത്തി വെച്ചതാണ്. ഈ പ്രളയം നിങ്ങൾ വരുത്തി വെച്ചതാണ്. ആർക്കൊരു വിഷമം തോന്നണ്ട, ഇത് പറയേണ്ട സമയം ഇതാണ്, പറയേണ്ട ആളും ഞാനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പ്രളയം നമ്മൾ വരുത്തി വെച്ചതാണ്. അല്ലെങ്കിൽ ഈ ഖുർആൻ കളവാണെന്ന് പറഞ്ഞു. ഫബിമാ കസബത് ഐദീകും, നിങ്ങളാണ് ഇത് ഉണ്ടാക്കിയത്. വയഅഫു അൻ കസീർ, ധാരാളം പടച്ചോൻ മാപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും അള്ളാഹുവിന് ചില ടെസ്റ്റ് ഡോസുകൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അത് അള്ളാഹു തആല തരും. അത് നമ്മൾ തിരിച്ചറിയണം. പ്രകൃതിക്ക് എന്ത് മാറ്റം സംഭവിച്ചാലും അതിന്റെ പിന്നിൽ രണ്ട് കാരണങ്ങൾ ഉണ്ടാവും. ആത്മീയാർത്ഥത്തിൽ രണ്ട് കാരണങ്ങൾ ഉണ്ടാവും. ഒന്ന് അനീതിയാണ്, മറ്റൊന്ന് ബഗി, അക്രമമാണ്. ഈ പ്രപഞ്ചത്തിന് താളം തെറ്റുന്നെങ്കിൽ അതിന്റെ കാരണം മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന അനീതിയാണ്, മറ്റൊന്ന് അക്രമമാണ്. ഇത് രണ്ടുമില്ലാതെ പ്രപഞ്ചത്തിന് ഒരു താളം തെറ്റിലും ഉണ്ടാവില്ല. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയെ പടച്ചതമ്പുരാൻ നിലനിർത്തുക തന്നെ ചെയ്യും. എന്താണ് അനീതി? ഈ ഭൂമിയെ അള്ളാഹു നിലനിർത്തിയിരിക്കുന്നത് നീതിയുടെ മേലാണ്. നീതിയുടെ തൂണിലാണ് പടച്ചോൻ ഈ ഭൂമിയെ നിലനിർത്തിയിരിക്കുന്നത്. മനുഷ്യൻ അനീതി കാട്ടിയാൽ പ്രകൃതി നമ്മളോട് അനീതി കാട്ടും. മനുഷ്യൻ നീതി പുലർത്തിയാൽ ഈ പ്രകൃതി നമ്മളോട് നീതി പുലർത്തും. എവിടെയാണോ പ്രപഞ്ചത്തിന് താളം തെറ്റിയിട്ടുള്ളത്, മനുഷ്യ നീ ചിന്തിക്കണം, നിനക്ക് താളം തെറ്റിയിട്ടുണ്ട്. ഫബിമാ കസബത് ഐദീകും, നീയാണ് അതിന്റെ കാരണക്കാരൻ. നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിലെ ആദ്യം ഇറങ്ങിയ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന ആയത്താണ്. ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ആയത്താണ് അവസാനം ഇറങ്ങിയത്. ആയത്തിൽ അവസാനം അള്ളാഹു പറയുന്നത് വഹും ലാ യുളമൂൻ, അള്ളാഹു ആരോടും അക്രമം ചെയ്യില്ല എന്നാണ്. ഒട്ടനവധി സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഞാൻ ആരെയും ആക്രമിക്കില്ല. ഒരു പല്ലുവേദന പോലും ഒരു മനുഷ്യനെ ഞാൻ, നിരപരാധിയായ ഒരു മനുഷ്യനെ വരുത്തൂല. ഒരു ചെറിയ പ്രയാസം വന്നാൽ പോലും അതിന്റെ പിന്നിൽ നമ്മുടേതായ ചില തെറ്റുകൾ ഉണ്ടാവും. നമ്മൾ ആ തെറ്റുകളെ കുറിച്ച് ഓർക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? രണ്ടാമത് ബഗിയാണ്. ബഗിയ് എന്താണ് നമ്മൾ ചെയ്യുന്ന ബഗിയ്? പലിശ ബഗിയാണ്. പലിശ ഒരു നാട്ടിൽ വ്യാപകമായാൽ, ഒരു നാട്ടിന്റെ വീടിലെ ആധാരങ്ങൾ, മിക്ക വീടിന്റെയും ആധാരം ബാങ്കിലായി കഴിഞ്ഞാൽ പടച്ചോൻ പൊറുക്കും നിങ്ങൾ വിചാരിച്ചത്? പലിശയുമായൊരു നാട് വ്യാപകമായി ബന്ധപ്പെടാൻ നോക്കിയാൽ അള്ളാഹു ആ നാടിനെ പിടിക്കില്ല എന്നാണ് വിചാരിച്ചത്? വ്യഭിചാരം ഒരു നാട്ടിൽ വ്യാപകമായി കഴിഞ്ഞാൽ പടച്ചോൻ വെറുതെ വിടുമെന്നാണ് വിചാരിച്ചത്? അനീതി ഒരു നാട്ടിൽ വ്യാപകമായി കഴിഞ്ഞാൽ പടച്ചോൻ വെറുതെ വിടുമെന്നാണ് വിചാരിച്ചത്? എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ? എന്താണ് ഈരാറ്റുപേട്ടയിലെ കല്യാണങ്ങളുടെ അവസ്ഥ? എന്ത് കോപ്രായങ്ങളാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്? ഈ കോപ്രായങ്ങളെല്ലാം കണ്ടുകൊണ്ട് പടച്ചോൻ ക്ഷമിച്ചിരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഒരു കാലത്ത് ഇതായിരുന്നല്ലോ ഈരാറ്റുപേട്ട. ഇവിടെ നിന്ന് ഇറങ്ങി സെൻട്രൽ ജംഗ്ഷൻ വരെ പോയാൽ ഒരു പെണ്ണിന്റെ പോലും മുഖത്തു നോക്കാതെ പോകാൻ പറ്റിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു 50-60 വർഷങ്ങൾക്ക് മുമ്പ്. ഏതെങ്കിലും ഒരു സ്ത്രീ അത്യാവശ്യം ആശുപത്രിയിലോ മറ്റോ പോകേണ്ടി വന്നാൽ കൊട ചൂടി മുഖം മറച്ചുകൊണ്ട് പോകുന്ന ഒരു ഈരാറ്റുപേട്ടയുണ്ടായിരുന്നു. ഇന്ന് എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ? ആരെയും മുറിവിൽ കുത്തി വേദനിപ്പിക്കാനല്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞേ പറ്റൂ. ദുരന്തങ്ങൾക്കൊരു ആത്മീയ വായനയുണ്ട്. ആത്മീയ വായനയില്ലാതെ ഒരു ദുരന്തത്തെ നമ്മൾ സമീപിക്കാൻ പാടില്ല. ഈ കാണുന്ന ആറിന്റെ അവസ്ഥ എന്താണ്? ആരാണ് ഈ ആറ്റിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞത്? നാം വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ 6 പലിശ സഹിതം തിരിച്ചു തന്നു, അത്രേ ഉള്ളൂ.
നാം വലിച്ചെറിഞ്ഞത് മാലിന്യങ്ങളാണ്, കോഴി വേസ്റ്റാണ്, പ്ലാസ്റ്റിക്കുകളാണ്, കുപ്പികളാണ്. പക്ഷെ 6 തിരിച്ചു തന്നപ്പോ അത് മാത്രമല്ല തന്നത്, അതിന്റെ കൂടെ കുറച്ച് വെള്ളവും ചെളിയൊക്കെ തന്നു. ഇസ്ലാമിലൊരു തത്വമുണ്ട്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഏത് ഐറ്റത്തിൽപ്പെട്ട തെറ്റാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്, ആ തെറ്റിന് കിട്ടുന്ന ശിക്ഷയും അതേ ഐറ്റത്തിൽപ്പെട്ടതായിരിക്കും. വെള്ളത്തോട് കളിച്ചാൽ വെള്ളം മറുപടി നൽകും. വെള്ളത്തോട് കളിക്കരുത്. വെള്ളം പടച്ചവന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. നമുക്ക് പറയാം H2O, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടി വെള്ളം ഉണ്ടാവും നമുക്ക് പറയാം. അതാണ് വെള്ളത്തിന്റെ ശാസ്ത്രീയ സൂത്രമെന്ന് പറയാം. പക്ഷെ അതുകൊണ്ട് വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. വെള്ളം പടച്ചവന്റെ വലിയൊരു അനുഗ്രഹമാണ്. വെള്ളത്തോട് കളിക്കരുത്. ഇമാം സമഖ്ശരി തന്റെ തഫ്സീറിൽ സൂറത്തുൽ മുൽക്കിന്റെ അവസാന ആയത്ത്, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തരിക എന്നൊരു ചോദ്യമുണ്ട്. അവസാന ഭാഗം തബാറക സൂറത്തിന്റെ. ഈ ആയത്ത് കേട്ട സമയത്ത് മുഹമ്മദ് ബിൻ സക്കരിയ ത്വബീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഡോക്ടറായിരുന്നു, മുസ്ലിമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വെള്ളം വറ്റിപ്പോയാൽ അത് മുകളിലേക്ക് കൊണ്ടുവരാനല്ലേ നമ്മുടെ കയ്യിൽ തൂമ്പയും പിക്കാസൊക്കെ ഉള്ളത് എന്ന് ചോദിച്ചു. അവരായത്തിനെ പരിഹസിച്ചു. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങളുടെ വെള്ളം അടിയിലേക്ക് വറ്റിപ്പോയാൽ ഈ കൺമുമ്പിലേക്ക് വെള്ളം കൊണ്ടുവരാൻ ആർക്ക് കഴിയുമെന്ന പടച്ചോന്റെ ചോദ്യത്തിന് ആ മനുഷ്യൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതിനെന്ത് അത്ഭുതപ്പെടാനിരിക്കുന്നു? തൂമ്പയുണ്ടെങ്കിൽ, ആയുധമുണ്ടെങ്കിൽ ഏത് വെള്ളവും പുറത്തെടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. ആ സമയം ആ മനുഷ്യന്റെ കണ്ണിലെ വെള്ളം വറ്റിപ്പോയി എന്ന് ഇമാം സമഖ്ശരി തന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്. വേറെ ചില തഫ്സീറുകളിൽ ഇതുണ്ട്. അള്ളാഹു ആ സ്പോട്ടിൽ തന്നെ ആ മനുഷ്യനെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നെന്തി എങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ട് നമ്മൾ പഠിക്കൂല. നമ്മുടെ കണ്ണിലെ വെള്ളം പറ്റിയാൽ നമ്മൾ ഐ ഡോക്ടറെ എടുക്കൽ ചെല്ലും, അതിന്റെ ശാസ്ത്രീയ കാരണങ്ങൾ കണ്ടെത്തും. ഇങ്ങനെ ചിന്തിക്കൂല. അതുകൊണ്ട് നമ്മുടെ ബഗയ്യ്, ഈ നദിയോട് ചെയ്യുന്ന ക്രൂരത, ഈ നദിയോട് ചെയ്യുന്ന അക്രമം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാമിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹ്റു യസ്തശിർ ഇല്ലാ വൽ ബഹ്റു യുശ്രിഫ്, ഒരു രാത്രി പോലുമില്ല സമുദ്രം ഇങ്ങനെ ഉയർന്നു വന്നിട്ട് യസ്തഇദിനുല്ലാഹ, പടച്ചവനോട് ചോദിക്കും, അള്ളാഹുവിനോട് നദികൾ, സമുദ്രങ്ങൾ ചോദിക്കും, ഞാനൊന്ന് കരയിലേക്ക് കയറട്ടെ, ഒന്ന് തുടച്ചു നീക്കട്ടെ മനുഷ്യന്മാരെന്ന് ചോദിക്കും. മീനച്ചിലാർ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാകും, ഞാനൊന്ന് ഈരാറ്റുപേട്ടയുടെ കരയിലേക്കൊന്ന് കയറട്ടെ, ഞാൻ അവരൊന്ന് തുടച്ചു നീക്കട്ടെ എന്ന് ചോദിക്കും. 3 പ്രാവശ്യം ഒരു രാത്രി ചോദിക്കുന്ന, 3 പ്രാവശ്യം ഒരു രാത്രി ചോദിക്കും. അള്ളാഹു തആല അടങ്ങിക്കിടക്കാൻ വേണ്ടി പറയും. അള്ളാഹു പറയും, അടങ്ങിക്കിടക്ക്, മനുഷ്യരെ ഉപദ്രവിക്കില്ലേ, അവരുടെ കടയിലേക്ക് കയറല്ലേ, വീട്ടിലേക്ക് കയറല്ലേ എന്ന് പടച്ചോൻ പറയും. ഓരോ രാത്രിയും 3 പ്രാവശ്യം ചോദിക്കും. 2018 ശേഷം ആദ്യമായിട്ടാണ് വെള്ളം കയറുന്നത്. നിങ്ങൾ ആലോചിച്ചേക്ക്, ഒരു ദിവസം 3 പ്രാവശ്യം ചോദിച്ചാൽ ഒരു വർഷം 1095 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും മീനച്ചിലാർ, ഞാനൊന്ന് ഈരാറ്റുപേട്ടയിലേക്ക് കയറട്ടെ എന്ന്. ഓരോ പ്രാവശ്യവും പടച്ചോൻ പറയും, അടങ്ങിക്കിടക്കെന്ന് പറയും. അള്ളാഹുവിന്റെ കാരുണ്യം. 2018 ശേഷം 2026 ആകുമ്പോൾ 8 വർഷമായി. എനിക്ക് തോന്നുന്നു 8700 പ്രാവശ്യം മീനച്ചിലാർ ചോദിച്ചിട്ടുണ്ടാവും, ഞാനൊന്ന് ടൗണിലേക്ക് കയറിക്കോട്ടെ എന്ന്. 8 വർഷം ഇത്രയും പ്രാവശ്യം നദി ചോദിച്ചു. പടച്ചോൻ പറഞ്ഞു, ഒന്ന് കയറിക്കോളാൻ പറഞ്ഞു, ചെറുതായിട്ടൊന്ന് കയറിക്കോളാൻ പറഞ്ഞു. ഒന്ന് ചെറുതായിട്ട് കയറി, ചെറിയ നാശനഷ്ടമൊക്കെ ഉണ്ടാക്കി. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഞാൻ നിങ്ങൾക്ക് ചില ടെസ്റ്റ് ഡോസുകൾ തരും, നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾ മടങ്ങാൻ വേണ്ടി. ഇനി നിങ്ങൾ മടങ്ങുന്നില്ലേ, ഈ ടെസ്റ്റ് ഡോസ് കൊണ്ട് കാര്യം അവസാനിക്കില്ല. അള്ളാഹു മുൻ സമുദായങ്ങളെ നശിപ്പിച്ച ചരിത്രം ഖുർആനിലുണ്ട്, തൂഫാൻ കൊണ്ട്. നൂഹ് നബിയുടെ ജനതയെ നശിപ്പിച്ച തൂഫാൻ കൊണ്ടല്ലേ. അള്ളാഹുവിന്റെ കഴിവും പ്രതാപവും ഇന്നുണ്ട്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ആദ് സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തആല കാറ്റടിപ്പിച്ചു. ഹൂദ് നബി അലൈഹി സ്വലാം പടച്ചോനോട്, ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ജിബ്രീൽ, എന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി എത്ര കാറ്റ് നീ അടിപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഹൂദ് നബിയുടെ ചോദ്യം ഇതാണ്, ഒരു കാളയുടെ മൂക്കിന്റെ ദ്വാരത്തിലൂടെ വരുന്ന അത്ര കാറ്റടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല, ഒരു മോതിരത്തിന്റെ വട്ടം അത്രയും കാറ്റടിക്കുള്ളൂ. ഒരു കാളയുടെ മൂക്കിലൂടെ വരുന്നത്ര കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇതൻ തുക്ഫഉൽ അർദു വമൻ അലൈഹ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും നശിച്ചു പോകും. നിനക്ക് വേണ്ടത് ആദു സമൂഹത്തെ നശിപ്പിക്കലല്ലേ, അതിനൊരു മോതിരക്കണ്ണിയിലൂടെ വരുന്ന കാറ്റ് മതി എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു. ആ കാറ്റടിച്ചപ്പോഴാണ് സഖറ അലൈഹി സബഅ ലയാലിൻ വസമാനിയത അയ്യാമിൻ, 7 രാത്രിയും 8 പകലും അടിച്ചു വീശി കാറ്റ്.
ആദു സമൂഹത്തിന്റെ മേൽ അവർ മറിഞ്ഞു വീണു, തലയും ഉടലും വേറെയായി മാറി. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ദുരന്തങ്ങളുടെ പിന്നിലും നമ്മളൊരു ആത്മീയ വായനയ്ക്ക് തയ്യാറാകണം. അപ്പൊ ചോദിക്കാം, എന്തുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ മാത്രം? എന്തുകൊണ്ട് നമ്മൾക്ക് മാത്രം? നമ്മളൊരു പ്രത്യേക ജനവിഭാഗമാണ്, നമ്മളൊരു പ്രത്യേക വിഭാഗമാണ്. ഈരാറ്റുപേട്ടയ്ക്ക് മഹത്വങ്ങൾ ഒരുപാടുണ്ട്. ഇത് തെക്കൻ കേരളത്തിലെ പൊന്നാനിയാണ് ഈരാറ്റുപേട്ട. ഇസ്ലാമികമായ പാരമ്പര്യമുള്ള ഒരു നാടാണ്. ധാരാളം മസ്ജിദുകളുള്ള ഒരു നാടാണ്. ധാരാളം ഉലമാക്കളുള്ള ഒരു നാടാണ്. ഖുർആന്റെ മജ്ലിസുകൾ നടക്കുന്ന ഒരു നാടാണ്. ഇസ്ലാമിക പാരമ്പര്യവും ചരിത്രവും ഉറങ്ങുന്ന ഒരു നാടാണിത്. ഈ നാട്ടിലുള്ള നമ്മൾ നന്നാകാൻ ഏറ്റവും ബാധ്യസ്ഥരാണ്. നമ്മളിൽ നിന്നൊരു ചെറിയ തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലുമൊക്കെ കല്യാണം അടിച്ചു പൊളിച്ച് നടത്തുമെന്ന് വിചാരിച്ച് ഈരാറ്റുപേട്ടക്കാരെ അതിനെ ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മൾ വേറിട്ടൊരു ജനതയാണ്. ഹസനാത്തുൽ അബറാരി സയ്യാത്തുൽ മുഖറബീൻ എന്നൊരു തത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ നല്ല മനുഷ്യന്മാർ ചെയ്യുന്ന നന്മ പോലും അള്ളാഹുമായി അടുത്ത ആളുകൾ ചെയ്യുമ്പോൾ അത് തിന്മയായി മാറുന്ന. നല്ല ആളുകൾക്ക് അത് നന്മയായിരിക്കാം, പക്ഷെ പടച്ചവനുമായി അടുത്ത ആളുകൾക്ക് അത് തിന്മയാണ്. അതുകൊണ്ടല്ല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലായി. സുലൈഖയുമായുള്ള കേസിൽ യൂസുഫ് നബി ജയിലിലായി. രണ്ടുപേര് ജയിലിൽ അടക്കപ്പെട്ടു. പിന്നീട് അവർക്ക് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു യൂസുഫ് നബി അലൈഹി സ്വലാം. ഒരാള് രാജാവിന് മദ്യം കൊടുക്കുന്നയാളാകുമെന്നും മറ്റൊരാൾ കൊല്ലപ്പെടുമെന്നും വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഈ രാജാവിന് മദ്യം കൊടുക്കുന്ന ആ ആളോട് യൂസുഫ് നബി പറഞ്ഞു വിടുന്നുണ്ട്, ഉദ്കുർനി ഇന്ദ റബ്ബിക, നീ ചെല്ലുമ്പോൾ നിന്റെ യജമാനനോട് രാജാവിനോട് പറയണം, ഇങ്ങനെ ഒരു യൂസുഫ് ജയിലിൽ കിടക്കണമെന്ന് പറയണം, അത് നീ മറന്നു പോകരുതെന്ന് പറഞ്ഞു. അയാളതേറ്റു. പക്ഷേ ഈ ചെന്നയാള്, രാജാവിന്റെ അടുക്കൽ കള്ളു കുടിപ്പിക്കുന്ന ആള്, രാജാവിന്റെ സേവകൻ, യൂസുഫ് നബി പറഞ്ഞ കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ 12 കൊല്ലം കഴിഞ്ഞ് രാജാവ് സ്വപ്നം കണ്ടു. 7 മെലിഞ്ഞ പശുക്കളും കൊഴുത്ത പശുക്കളും കതിർക്കുലകളൊക്കെ സ്വപ്നം കണ്ടപ്പോഴാണ്, ഇതിന്റെ വ്യാഖ്യാനം കിട്ടാതെ വന്നപ്പോഴാണ് ജയിലിൽ ഒരു യൂസുഫ് ഉണ്ടെന്ന് അയാൾ പറയണത്. അപ്പോഴാണ് അയാൾ യൂസുഫിന്റെ അടുക്കലേക്ക് ഓടി വന്നത്. 12 കൊല്ലം കഴിഞ്ഞു. നിന്റെ യജമാനനോട് എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് 12 കൊല്ലം കഴിഞ്ഞാണ് രാജാവ് സ്വപ്നം കാണുന്നത്. 12 കൊല്ലം കൂടി യൂസുഫിനെ ജയിലിൽ കിടന്നു. എന്താ കാരണം എന്നറിയോ? ഉദ്കുർനി ഇന്ദ റബ്ബിക എന്ന് പറയുന്ന ഹിബ്രു ഭാഷയിൽ 12 അക്ഷരങ്ങളുണ്ട്. അത് പറയാൻ അല്ലാഹു തആല ഓരോ അക്ഷരത്തിനനുസരിച്ചും ഓരോ വർഷം യൂസുഫ് നബിനെ ജയിലിലിട്ടു. കാരണം എന്താ? യൂസുഫ് നബി ഒരിക്കലും അയാളോട് പറയാൻ പാടില്ല. യൂസുഫിനെ പോലുള്ള മഹാനായ പ്രവാചകൻ അത് പറയേണ്ടത് അയാളോടല്ല, അള്ളാഹുവിനോട് പറയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയൽ തെറ്റല്ല. മന്ത്രിയോട് എന്റെ കാര്യം ഒന്ന് പറയണം, എന്നെ രക്ഷപ്പെടുത്തുന്ന ഒരാളോട് റെക്കമെൻഡ് ചെയ്യുന്ന തെറ്റൊന്നുമല്ല. പക്ഷെ യൂസുഫിനെ ഇത് ചെയ്യാൻ പാടില്ല. യൂസുഫിനെ ഈ സമന്വിതനായ ഒരു പ്രവാചകനാണ്. ഇതേപോലെ ഈരാറ്റുപേട്ടക്കാരെ എല്ലാ നാട്ടുകാരെയും പോലെയല്ല. എല്ലാരും കാണിക്കുന്ന പേക്കൂത്തുകൾ ഈരാറ്റുപേട്ടക്കാർ കാണിക്കാൻ പാടില്ല. നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു ആദർശമുണ്ട്, നമുക്കൊരു അച്ചടക്കമുള്ളൊരു ജനതയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അത് വഴിവിട്ട് നമ്മൾ പെരുമാറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കും. അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഇതിന്റെ ആത്മീയ വായന, ദുരന്തത്തിന്റെ ആത്മീയ വായന എന്നുള്ളത് നമ്മൾക്ക് തെറ്റ് സംഭവിച്ചു പോയിട്ട് തിരുത്തുക എന്നുള്ളതാണ്. നാട് കുറെ കൂടി ആത്മീയമായി മുന്നോട്ട് വരിക, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക. ഈ ദുരന്തം നമ്മളെ പഠിപ്പിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പടച്ചോന്റെ ശക്തി, അള്ളാഹുവിന്റെ കഴിവിന്റെ വൈശിഷ്ട്യം നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹുവിന് ഇതിനൊക്കെ കഴിയും. ഖുർആൻ പറഞ്ഞില്ലേ, ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരി, നിങ്ങൾ അള്ളാഹിനെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. വല്ലർദു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമ, ഈ ഭൂമി മുഴുവനും അള്ളാഹു നാളെ അള്ളാഹുവിന്റെ ഉള്ളം കയ്യിലെടുത്തുകൊണ്ട് അമ്മാനമാടും ഭൂമി. ഇതിനേക്കാൾ വലിയൊരു ദുരന്തം വരാനിരിക്കുന്നുണ്ട് ഖിയാമത്ത് നാളില്. അന്ന് സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അന്ന് രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ധാരാളം സന്നദ്ധ സംഘടനകളുണ്ട്, നന്മക്കൂട്ടങ്ങളുണ്ട്. അന്ത്യനാളിൽ സമുദ്രം ഇങ്ങനെ പൊട്ടി വരുമ്പോൾ ആരും രക്ഷിക്കാനുണ്ടാവൂല. അള്ളാഹു ആകാശഭൂമികളെ കയ്യിലെടുത്തുകൊണ്ട് അമ്മാനമാടും. അള്ളാഹു ചോദിക്കും, ലീമനിൽ മുൽക്കുൽ യൗം, ആർക്കാണോ ഇന്ന് അധികാരമുള്ളത്, ഏത് ഭരണാധികാരിയാണെന്നുള്ളത്. ഒരു ഭരണാധികാരിയും അന്ന് മറുപടി പറയാനുണ്ടാകില്ല. അന്ന് പടച്ചോൻ തന്നെ പറയും, ഞാൻ അനൽ മലിക്കു, ഞാനാണ് ഇന്നത്തെ ഭരണാധികാരി, ഞാനാണ് ഇന്നത്തെ രാജാവ്. ഇങ്ങനൊരു ദിനം നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുക. അതാണ് ഈ ദുരന്തം നമ്മളെ പഠിപ്പിച്ച 1ാമത്തെ പാഠം. 2ാമത്തെ പാഠം നമ്മുടെ നിസ്സഹായാവസ്ഥയാണ്. നമ്മൾ ആരുമല്ല എന്ന് ഈ പ്രളയം നമ്മളെ തെളിയിച്ചു. ഈ പ്രളയത്തിന് അടിമപ്പെട്ട ആളുകളിൽ കോടീശ്വരന്മാരുണ്ട്. വലിയ വലിയ കോടീശ്വരന്മാരുടെ വീടുകളിൽ വെള്ളം കയറി, പാവപ്പെട്ടവന്റെ വീട്ടിലും വെള്ളം കയറി, പണ്ഡിതന്റെ വീട്ടിലും വെള്ളം കയറി, പാമരന്റെ വീട്ടിലും വെള്ളം കയറി. ഇത് പഠിപ്പിച്ചൊരു പാഠമുണ്ട്. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ, നിങ്ങളുടെ അറിവ് കൊണ്ടോ, നിങ്ങളുടെ കഴിവ് കൊണ്ടോ, നിങ്ങളുടെ കുടുംബ മഹാത്മ്യം കൊണ്ടോ ഒന്നും പടച്ചോനിൽ നിന്ന് ഓടി പടച്ചോനിലേക്കല്ലാതെ ഓടാൻ കഴിയില്ല.
അള്ളാഹുവിന്റെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ സമ്പത്തിന് കഴിയില്ല, ആരോഗ്യത്തിന് കഴിയില്ല, നിങ്ങളുടെ കുടുംബത്തിന് കഴിയില്ല, നിങ്ങളുടെ പ്രതാപത്തിന് കഴിയില്ല, ഒന്നിനും കഴിയില്ല നമ്മളെ ബോധ്യപ്പെടുത്തി. ചില ആളുകളൊക്കെ ഉടുതുണിയില്ലാതെ അലമാരയിൽ 30 ജോഡി ഡ്രസ് ഇരിപ്പുണ്ട്, എല്ലാം വെള്ളം കയറി, ഉടുക്കാനൊരു തുണി പോലും ഇല്ലാതെ തോർത്തെടുത്ത് നടന്ന രാത്രിയാണ് ആ രാത്രി. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമ്പത്ത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഈ അഹങ്കാരങ്ങളൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് വിനയാന്യതനാകാൻ വേണ്ടി ശ്രമിക്കുക, പടച്ചോനുമായി കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരു ദുരന്തത്തിൽ നിന്നും അള്ളാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ദുരന്തത്തിൽ ആരെല്ലാം ഏതെല്ലാം നിലയ്ക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ സെല്ലാറ് വൃത്തിയാക്കാൻ വേണ്ടി കുറെ യുവാക്കൾ വന്നു, സഹകരിച്ചു. ഒറ്റ ദിവസം കൊണ്ട് അത് വളരെ വൃത്തിയാക്കി അവർ തന്നു. അള്ളാഹു തആല കുട്ടികൾക്ക് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സന്നദ്ധ സംഘടനകൾ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, വിവിധ സന്നദ്ധ സംഘടനകൾ നാട്ടിലെ ആളുകളെ സഹായിക്കാൻ വേണ്ടി കടകളിലും വീടുകളിലേക്ക് എത്തി അവരാൽ കഴിയുന്ന സേവനം നല്ല നിലക്ക് ചെയ്തിട്ടുണ്ട്. വിദേശത്തും സ്വദേശത്തുമുള്ള ധാരാളം ആളുകൾ അതിനുവേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാർക്കറ്റ് വിപണി ഇൻഷാ അല്ലാഹ് പഴയ രീതിയിലേക്ക് തിരിച്ചു വരികയാണ്. 360ഓളം കടകളിലാണ് വെള്ളം കയറിയത്. അവരുടെ പഴയ സാധനങ്ങളൊക്കെ അവർ തിരിച്ചേൽപ്പിച്ച് അവർ മാറ്റി പുതിയ സ്റ്റോക്ക് ഇറക്കി ഈ വിപണി സജീവമായിട്ടുണ്ട്. 1 കോടിയോളം വരുന്ന രൂപ വ്യാപാരി സംഘടന സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപാരികളെ, നഷ്ടം സംഭവിച്ച വ്യാപാരികളെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ സഹായങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.